പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഞെട്ടിക്കൽ ഓർമ്മയില്ലേ? വേണ്ട, കളിക്കണ്ട, കരുതിയിരുന്നോ, വരും വരും വരും, നല്ല വാർത്ത ഞാൻ തരും എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഞെട്ടിക്കുന്ന വാർത്തകളൊന്നും കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇത്രമേൽ ശക്തമായി ഭരണപക്ഷം നിൽക്കുമ്പോൾ, LDF മുന്നണി നിൽക്കുമ്പോൾ, ഒരൊറ്റ വിവാദം, ഒരൊറ്റ അഴിമതി കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ, അവരെ പ്രതിരോധിക്കാൻ, അവരെ വലിയ രീതിയിൽ തകർച്ചയിലേക്ക് തള്ളിവിടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വർണപ്പാളി സ്വർണപ്പാളി ശബരിമല കിടന്നിഴയുകയാണ് കോൺഗ്രസും UDF-ഉം. സ്വർണപ്പാളി വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് അവിടെ കിടക്കുകയാണ് ആ പ്രതികൾ. ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. എത്ര വലിയ ഉന്നത സ്ഥാനത്തിരുന്നതാണെങ്കിലും അകത്ത് കിടക്കുന്നവരെ ഒരു രീതിയിലും സഹായിക്കാനുള്ള നിലപാടുകൾ എടുക്കുന്നുമില്ല. വികസനങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ, അടിമുടി മാറിയ കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടല്ലേ സർക്കാർ മുന്നോട്ട് വെച്ച് പോകുന്നത്. എന്തിനേറെ പറയുന്നു, നിങ്ങൾക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടം പോലെ ഒരു വിഷയം ഭരണപക്ഷത്തു നിന്ന് കിട്ടിയിരുന്നതെങ്കിൽ പ്രതിപക്ഷമേ, നിങ്ങൾ എത്രമേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടേനെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒന്നെടുത്ത് പ്രയോഗിക്കുന്നു പോലുമില്ല ഭരണപക്ഷം. കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ പത്തനംതിട്ടയിൽ വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോ പറഞ്ഞ, പത്തനാപുരത്ത് വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പറഞ്ഞ ആ വാക്കുകൾ തന്നെ എത്രമേൽ ശക്തിയായ ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എടുത്ത് ഞങ്ങൾ എന്തിനാണ് പ്രയോഗിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ ഇട്ട് ഞങ്ങൾ എന്തിനാണ് വിഴുപ്പല അലക്കുന്നത്? യൂസ്ലെസ് ആയിട്ടുള്ള ആളുകൾ, ജന്മന ക്രിമിനൽ സ്വഭാവമുള്ളവരെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. കാരണം വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അവരിലേക്ക് ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയി പറയുന്നു. പറഞ്ഞു തീർന്നിട്ടില്ല. ഞങ്ങളുടെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഞങ്ങൾ ചെയ്തു വെച്ച ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ തന്നെ ധാരാളമല്ലേ? യൂസ്ലെസ്സിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു സംസാരിക്കണം എന്ന് പറഞ്ഞ് LDF-ലെ ഒരു മന്ത്രി ഇങ്ങനെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒന്നുമില്ല കേട്ടോ പറയാൻ. ഒന്നും പറയാനില്ലാതെ പ്രതിപക്ഷം ഇങ്ങനെ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ കിടന്നിഴയുകയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോ ശബരിമല വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രസ്താവനകളുമായി രമേശ് ചെന്നിത്തലയും വന്നിട്ടുണ്ട്. കടക്കാനാവുന്നില്ല, കരകയറാനാവുന്നില്ല. പ്രതിപക്ഷം വീണ്ടും വീണ്ടും താഴേക്ക് വീഴുന്നു എന്നുള്ളതല്ലാതെ എന്താണ് ഇതിന് പറയാൻ കഴിയുക? വ്യക്തമായി അതിനെ എതിർത്ത് നിർത്തി ഭരണപക്ഷത്തെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കാൻ ഒന്നും കിട്ടാതെ വീണ്ടും കിടന്നിഴയുന്ന പ്രതിപക്ഷം തന്നെയാണ് നമ്മുടെ കണ്ണിലെ കാഴ്ച.